പിന്നെ രേണുവിന് സുധീറിന് ഇഷ്ടമൊന്നുമല്ല. രേണുവിന് വേറൊരു അഫയർ ഉണ്ട്. ഒരു പയ്യൻ്റെ ഫോട്ടോ എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ഫോണിൽ. ഫോട്ടോ അയച്ച് കുറച്ച് കഴിഞ്ഞാൽ ഫോട്ടോ ഡിലീറ്റ് കളഞ്ഞു രേണു. ഇപ്പോൾ രേണു കാരണം പറഞ്ഞിട്ടില്ല, ഇങ്ങനെ ആൾ ഉണ്ടെന്ന് പോലും പറഞ്ഞിട്ടില്ല. രേണു എന്നെ അറിയാം ഒത്തിരി വർഷം കൊണ്ട്. ഞാൻ രേണുവിൻ്റെ ഫോട്ടോയും സുധീറിൻ്റെ ഫോട്ടോ വെച്ച് എഡിറ്റ് ചെയ്ത് ഒരു കല്യാണ ഫോട്ടോ ആക്കി. അപ്പോൾ അത് പുള്ളിക്കാരി കാണണ്ട, അത് ഇഷ്ടമല്ല പുള്ളിക്കാരിക്ക്. എൻ്റെ അമ്മോ. അപ്പോൾ രേണു സുധിയെക്കുറിച്ച് ചെറിയ രീതിയിലുള്ള ആരോപണങ്ങളല്ല ഇപ്പം കേട്ടുകൊണ്ടിരിക്കുന്നത്. വിഷയം രേണു സുധി തന്നെയാണ്. ഈ ഒരു കാര്യം കേൾക്കാനോ കാണാനോ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവേത് വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവുക. കാരണം നിങ്ങൾ കണ്ടതിന് ശേഷം വന്നിട്ട് നിനക്ക് വേറെ പണിയില്ലടാ, നിനക്ക് അധ്വാനിച്ച് ജീവിച്ചുകൂടാ എന്നൊന്നും ചോദിക്കുന്നതിൽ ഒരു അർത്ഥമില്ല. നമ്മുടെ പണി ഇത് തന്നെയാണ്. പിന്നെ വേറൊരു ജോലിയുണ്ട്, അത് അതിൻ്റെ വഴിക്ക് ചെയ്യുന്നുമുണ്ട്. കാരണം കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ കുറേ അധികം ആൾക്കാർ വന്നിട്ട് നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, നിനക്കൊന്നും വേറെ പണിയില്ല, ഇമാതിരി ചോദ്യങ്ങളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് എവിടെയും തട്ടിയിട്ടില്ല, അത് വേറെ കാര്യം. പക്ഷേ ഞാനത് സൂചിപ്പിച്ച് പോയെന്നേ ഉള്ളൂ. അപ്പോൾ കണ്ടതിന് ശേഷം പിന്നെ വന്നിട്ട് വേറെ ജോലിയില്ലേ എന്ന് ചോദിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. പിന്നെ വിഷയം രേണു സുധി ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് സപ്പോർട്ടേഴ്സും ഉണ്ടാവും, എന്നാൽ വിമർശിക്കുന്നവരും ഉണ്ടാവും. സോ അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. എനിവേ പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വഴിക്ക് പോയിക്കോളാമേ. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. രേണു സുധിയെക്കുറിച്ച് കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് കേൾക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് ആ വിഷയം ചെയ്യണോ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത്. കാരണം മരിച്ചുപോയ ഒരാളെ വീണ്ടും വലിച്ച് ഡ്രാഗ് ചെയ്ത് അങ്ങനെ അയാളുടെ പേര് വീണ്ടും ചീത്തയാക്കണോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഒരുപാട് പേര് ഇവർക്ക് പൈസ കൊടുത്തിട്ട് അവസാനം തിരിച്ച് കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. അതിനകത്ത് ഇപ്പോൾ ഒരു ആൾ രതീഷ് എന്ന് പറഞ്ഞിട്ട്, നിങ്ങളിപ്പം വീഡിയോയിൽ ആദ്യം തുടക്കത്തിൽ കണ്ട ആ മനുഷ്യൻ, അയാൾ ഒരു വർഷം മുന്നേ കാശ് കൊടുത്തതാണ്. ആളുടെ അമ്മയുടെ അസുഖമായിട്ട് പൈസ തിരിച്ചു ചോദിച്ചപ്പോൾ ചീത്ത പറയുക, സുധിച്ചേട്ടനല്ല രേണു ചീത്ത പറയുക. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ പുറത്ത് കേൾക്കുന്നുണ്ട്. ഇനി ഇവരുടെ ഒരു പൈസ ചോദിക്കുന്ന ഒരു രീതിയുണ്ട്. ഇപ്പോൾ ബുദ്ധിമുട്ടുള്ള ആർക്കും വരാം. പ്രത്യേകിച്ച് കോവിഡ് ടൈം, ഞാനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് കോവിഡ് ടൈമൊക്കെ ഒന്ന് ഓവർകം ചെയ്തത്. ഞാൻ കൊച്ചിയിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് വന്നു. ഇവിടെ വന്നിട്ടും വർക്കുകളൊന്നും ഇല്ല. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് നമ്മൾ ഈ കലാഫീൽഡ് എന്ന് പറയുമ്പോൾ ആ സമയത്ത് വർക്കുകൾ വളരെ കുറഞ്ഞൊരു ടൈമായിരുന്നു. അപ്പോൾ ഒരു 8-9 മാസത്തോളം വർക്കൊന്നും ഇല്ലാണ്ട് വല്ലാത്തൊരവസ്ഥയിൽ കൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ പോലും ₹1 ആരുടെ നിന്ന് കടം മേടിക്കാണ്ട് ജീവിക്കാൻ ഈശ്വരൻ അനുഗ്രഹിച്ച് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സുധി എന്ന് പറയുന്ന കലാകാരൻ, അദ്ദേഹം ഈ കോവിഡ് ടൈമിന് മുൻപ് അത്യാവശ്യം പ്രോഗ്രാമൊക്കെ ഉള്ളൊരു മനുഷ്യനായിരുന്നു. ആ സമയത്തൊന്നും പൈസകൾ സേവ് ചെയ്ത് വയ്ക്കാത്തതിൻ്റെ ഒരു പ്രശ്നമായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെ കടം മേടിക്കേണ്ടി വരുന്നതും. കടം ചോദിക്കുന്നതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ ഈ കൈനീട്ടി മേടിച്ചിട്ട് തിരിച്ച് കൊടുക്കാതിരിക്കുന്നത് അത് വലിയൊരു പ്രശ്നമാണ്. കൊടുക്കാൻ ലേറ്റായി പോവാം, നമ്മൾ ചിലപ്പോൾ വിട്ടുപോവാം. പക്ഷേ കൊടുക്കാതിരിക്കുക, അതിനുവേണ്ടി ചോദിക്കുമ്പോൾ ചീത്ത പറയുക, അതൊരു നല്ല പ്രവൃത്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാളുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് കുറച്ചധികം നാളായിട്ടുണ്ട്. ഞാൻ മറന്നുപോയി. അതായത് കുറേ കാലമായി ഗൂഗിൾ പേയിൽ ആളുടെ ഡീറ്റെയിൽസ് ഒന്നും കാണാതെ വന്നപ്പോൾ ഞാൻ വിട്ടുപോയി. ഇന്ന് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, മോനെ ആ പൈസ ഒന്ന് തിരിച്ചിടാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോഴാണ് ഞാനത് ഓർക്കുന്നത്. ഞാൻ അപ്പം തന്നെ ഇട്ട് കൊടുക്കുകയും ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം, പ്രശ്നമില്ല. അതിനുവേണ്ടി അവരെ ചീത്ത പറയുക. ഇവിടെ ഇവരുടെ ഒരു സ്ട്രാറ്റജി ഉണ്ട്, പൈസ ചോദിക്കുന്ന ഒരു രീതിയുണ്ട്. അത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ശരിക്കും പറഞ്ഞാൽ. കാരണം ഒരേപോലെയാണ് എല്ലാവരോടും പൈസ ചോദിക്കുന്ന കാര്യത്തിൽ ഇടപെടുന്നത്. നമുക്ക് ഓരോരുത്തരുടെ കാര്യമായിട്ടൊന്ന് കേട്ട് നോക്കാം. ഫസ്റ്റ്, കഴിഞ്ഞ ദിവസം നിമിഷ ബിജോയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഒരു ചാനലിൽ. അത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ നിമിഷയും പറയുന്നത് സുധിച്ചേട്ടൻ പൈസ വാങ്ങിച്ച കഥയാണ്. ഇതിനകത്ത് സുധിച്ചേട്ടൻ്റെ പേര് മാത്രമല്ല വരുന്നത്, രേണുവും കൂടിയുണ്ട്. രേണു വന്നതിന് ശേഷമായിരിക്കും ഒരു പക്ഷേ സുധിച്ചേട്ടൻ ഇങ്ങനെ പൈസകൾ ചോദിച്ചു തുടങ്ങിയത്, അല്ലെങ്കിൽ കടം മേടിച്ച് തുടങ്ങിയത്. കാരണം ഈ പറയുന്ന വിഷയങ്ങളിലെല്ലാം ഓരോ ആളുകൾ സംസാരിക്കുന്ന വിഷയങ്ങളെല്ലാം രേണു ഇൻവോൾവ് ആണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ടോപ്പിക്ക് ഞാനും എടുത്ത് സംസാരിക്കേണ്ടി വരുന്നത്. നമുക്ക് എന്തായാലും നിമിഷയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേട്ട് നോക്കാം. സുധിച്ചേട്ടൻ ഞങ്ങളൊരു തമാർപ്പട എന്നും അതൊരു ഗ്രൂപ്പിൽ പരിചയപ്പെട്ടതാണ്. അപ്പൊ ഇല്ല, ഞങ്ങൾക്ക് ഗ്രൂപ്പിൽ ഒരു കോമൺ ഗ്രൂപ്പ്. അത് ഒരുപാട് ആർട്ടിസ്റ്റുകളും കോമഡി ആർട്ടിസ്റ്റുകളും. ഞാൻ ആ സമയത്ത് നെൽസൺ ചേട്ടനോട് സ്കിറ്റ് ചെയ്തായിരുന്നു. നമ്മുടെ ഈ സി കേരളത്തിൽ നെൽസൺ ചേട്ടൻ, ഉല്ലാസ് പന്തളം ചേട്ടൻ, തിരുമല ചന്ദ്രൻ ചേട്ടൻ്റെ കൂടെ ഒരു സ്കിറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു സി കേരളത്തിൽ. ആ സമയത്ത് തന്നെ തമാർപ്പട എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ ആരും ആഡ് ചെയ്താലും ഞാൻ ഓർക്കുന്നില്ല. അപ്പൊ അന്ന് സുധിച്ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടുമ്പോൾ റിപ്ലൈ ഒക്കെ കൊടുക്കുമായിരുന്നു. അപ്പൊ സുധിച്ചേട്ടൻ ആ സമയത്ത് അത്യാവശ്യം നല്ലപോലെ സ്കിറ്റ് ഒക്കെ ചെയ്ത് നിൽക്കുന്ന സമയം. അങ്ങനെ നമ്പറൊക്കെ സേവ് ചെയ്തുകൊണ്ടായിരിക്കും സ്റ്റാറ്റസ് ഒക്കെ ഇങ്ങനെ റിപ്ലൈ ഒക്കെ തരും. കുട്ടാ പോലെ എല്ലാവരും വിളിക്കുള്ളൂ. അപ്പൊ അങ്ങനെ സുധിച്ചേട്ടൻ സുഖം ഞങ്ങൾ സംസാരിക്കാൻ മാത്രമേ ഉണ്ടായിരുന്നു. അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് പിന്നീട് ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, മോനെ കുഞ്ഞിന് തീരെ വയ്യ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കുറച്ച് പൈസ തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ആ സുധിച്ചേട്ടാ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഭയങ്കര മോശമാണ്, എങ്കിൽ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ സുധിച്ചേട്ടൻ പറഞ്ഞു, എനിക്ക് ഉള്ളത് എനിക്ക് തരണം, ഇല്ലാന്ന് പറഞ്ഞ് പറയരുത് എന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് പൈസ എടുത്തിട്ട് കൊടുത്തു. അതിനുശേഷം എനിക്ക് കൊടുത്ത പൈസ ഫുൾ എനിക്ക് തിരിച്ചു തന്നില്ല, എന്നാലും എനിക്ക് കുറച്ച് പൈസ തിരിച്ചു തന്നു. അതിനുശേഷം ഇളയവൻ ഇപ്പോൾ ഋതപ്പന് ഇതുപോലെ വയ്യ, മോനെ അവന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ടാണ്, എനിക്ക് പെട്ടെന്ന് തന്നെ പൈസ അയച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവളെ കൊടുക്കാൻ ഞങ്ങൾ രേണുവിന്റെ ഫോൺ കൊടുത്തിട്ട് രേണു സംസാരിക്കണം, ഞാൻ അകപ്പാടെ പറ്റിയിരിക്കുകയാണ്, കൊച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ഞാൻ ഒരു മാസം ഞാൻ തിരിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ വീണ്ടും പൈസ ആയിട്ട് കൊടുത്തു. രണ്ടാമത് അത് ഫുൾ കിട്ടിയില്ല, കുറച്ച് കിട്ടിയത്. അത് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അങ്ങനെ തോന്നുന്നു ഞാൻ വിളിക്കാം, പോട്ടെ. അപ്പൊ അങ്ങനെ രണ്ടാമത് പൈസ കൊടുത്തു. അതിനുശേഷം അവൾ രേണു വിളിച്ചു. അപ്പൊ ഞാൻ കുഞ്ഞിനെ വയ്യാതിരിക്കുന്ന അവസ്ഥയിലാണ്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പൈസ കൊടുത്തത്. അങ്ങനെ എന്താ പറയാ,
അങ്ങനെ വിളിച്ച് അങ്ങനെയാണ് സംസാരിക്കുന്നത്. പിന്നെ മരിച്ച സമയത്ത് എനിക്ക് പോകാൻ പറ്റില്ല. ആനന്ദരാഗത്തിന്റെ ഷൂട്ടിലായിരുന്നു ഞാൻ കൊല്ലത്ത്. എനിക്ക് പോകാൻ പറ്റില്ല ആ സമയത്ത്. അതിനുശേഷം ഒരു ഏകദേശം 2 മാസം കാശ് കൊടുക്കുന്നതിന്റെ സുദ്ധിയായിട്ട് റിലേറ്റ് ചെയ്ത് കടം മേടിച്ച കുറെ വൈറലായിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു ടോപ്പിക്ക്. ആ സമയത്താണ് കാശ് ചോദിക്കുന്നത്. എനിക്കറിയില്ല അതെങ്ങനെയാണെന്ന്. വലിയ വൈറലാവുന്ന സാധനങ്ങളൊക്കെ വരുന്നത് എനിക്ക് ആ സമയത്ത് അങ്ങനെ അറിയില്ല. സുദ്ധിയുടെ ഒരു കേസ് വൈറലായിരുന്നു. കടം മേടിച്ചിട്ട് കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞ് FB-യിലെ ഓഡിയോയിൽ. അത്രയ്ക്ക് ഞാൻ അങ്ങനെയൊന്നും ശ്രദ്ധിച്ചിരുന്ന ഒരാളൊന്നുമല്ല. കണ്ടല്ലോ, ഇതിനകത്ത് നിമിഷ ബിജോയുടെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് വാങ്ങിച്ച രീതിയുണ്ട്. അതായത് കുട്ടികൾക്ക് സുഖമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പേയ്മെൻറ്റ് മേടിച്ചത്. അത് ആദ്യം വാങ്ങിച്ച കാശ് കുറച്ച് കൊടുത്തു, പിന്നെ പുള്ളിക്ക് കൊടുക്കാൻ പറ്റിയില്ല. ഇന്ന് വരെയും രേണു ആ കാശ് തിരിച്ചു കൊടുത്തിട്ടുമില്ല. എനിക്ക് നിമിഷ ബിജോയുടെ റെസ്പെക്ട് തോന്നുന്നത് എന്താണെന്നറിയോ? ഈ ഒരു സംസാരം കേട്ടപ്പോൾ ശരിക്കും അവർ ലൈവ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ എനിക്ക് എതിർപ്പുണ്ടായിരുന്നു, ഇപ്പോഴും എതിർപ്പുണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ എനിക്കിവിടെ റെസ്പെക്ട് എന്ന് പറയുന്നത്, ഈ ഇൻ്റർവ്യൂവർ ചോദിക്കേണ്ടത് എത്ര രൂപയാണ് കൊടുത്തത്, അതിപ്പോൾ ഇവിടെ പറയേണ്ട കാര്യമില്ലല്ലോ. ബെസ്റ്റ് മറുപടിയാണ്. അത് പുറത്ത് ആൾക്കാർ അറിയേണ്ട വിഷയമല്ല, അതുകൊണ്ട് അവരത് പറഞ്ഞില്ല. ഒരു പരിചയമില്ലാത്ത ഒരാൾ വാട്സപ്പ് വഴിയുള്ള കോൺടാക്റ്റ്, ജസ്റ്റ് മെസ്സേജ് അയക്കുന്ന പരിചയം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ സ്റ്റാറ്റസ് കണ്ട് റിപ്ലൈ കൊടുക്കുന്ന പരിചയം മാത്രമേ ഉള്ളൂ. ആ പരിചയത്തിൻ്റെ പുറത്ത് പൈസ ചോദിച്ചു. എത്ര രൂപ ആയിക്കോട്ടെ, അത് ഇവർ കൊടുത്തു, കുറച്ച് പൈസ തിരിച്ച് കിട്ടി, ബാക്കി ഒന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല. ഇനി എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട്, സുധിച്ചേട്ടൻ എൻ്റെ അറിവിൽ ആകെ ഒരു കോൺട്രവേഴ്സി വിഷയമായത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, 3-4 വർഷം മുൻപ് ഇതുപോലെ തന്നെ ഒരു പൈസ വാങ്ങിച്ച് തിരിച്ചു കൊടുക്കാത്തൊരു കേസ് ഉണ്ടായിരുന്നു. ആ കേസ് അന്ന് വോയിസ് ഓഫ് മലയാളി ജേർണൽ എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ റിയാക്ഷൻ വ്ളോഗേഴ്സൊക്കെ വരുന്നതിന് മുൻപ് ഞാൻ കണ്ടു തുടങ്ങിയ ഒരു ചാനലായിരുന്നു അത്. അദ്ദേഹത്തിൻ്റെ ചാനലിൽ അദ്ദേഹം പിന്നെ കളത്തിലിറങ്ങി കളിക്കുന്ന ഒരാളും കൂടിയായിരുന്നു. ആ ചാനലിനകത്ത് വന്ന ഒരു വോയിസ് ക്ലിപ്പ്, ഇവർ പൈസ ചോദിക്കുന്ന രീതിയും തിരിച്ചു ചോദിക്കുമ്പോൾ റെസ്പോൺസും, അത് നമുക്കൊന്ന് കേട്ട് നോക്കാം. എന്റെ വൈഫിന് അനിയനെ ഒന്ന് പരിചയപ്പെടണമെന്ന്, അഖിലിനെ ഞാൻ കൊടുക്കാവേ. അഖിലെ നാട്ടിലെവിടെ? അഖിലെ കണ്ണൂരല്ലേ? ഇവിടെ കിടപ്പുണ്ട്. നാട്ടിലെന്നാ വരിക? ഇങ്ങോട്ട് പറഞ്ഞേ, ഞങ്ങളെ കണ്ടായിരിക്കുമല്ലോ സ്റ്റാർ മാജിക്കില്. പിന്നെ കൊച്ചു TV കാണണം കേട്ടോ. അപ്പം കുറച്ച് ബുദ്ധിമുട്ടായിപ്പോയി ഏട്ടൻ. ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ മനസ്സിന് ഒരുപാട് താങ്ക്സ്. അപ്പൊ അഖിലെ ബൈ, ഇടയ്ക്ക് മെസ്സേജ് അയച്ചോളാം കേട്ടോ. സുചേട്ടനെ കൊടുക്കാം. ഇത് പൈസ ചോദിച്ച രീതിയാണ്. ആദ്യം സുധിച്ചേട്ടൻ വിളിക്കുന്നു, മോനെ എന്തെങ്കിലും പൈസ ഉണ്ടെങ്കിൽ തരണടാ, മരുന്ന് മേടിക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നു. അത് കഴിഞ്ഞ് ഞാൻ ചേച്ചിയുടെ കൊടുക്കാം എന്നും പറഞ്ഞ് രേണുവിൻ്റെ കൊടുക്കുന്നു. രേണു സംസാരിക്കുന്നു. അപ്പോൾ ഇതൊരു ഫാമിലി ഓറിയൻറ്റഡ് പരിപാടിയായിട്ട് മാറുകയാണ്. കേൾക്കുന്നവർക്ക് അത്രയും വിശ്വസനീയമായിട്ട് തോന്നും, അവർ പൈസ ഇട്ട് കൊടുക്കും. പക്ഷേ തിരിച്ചു ചോദിക്കുമ്പോൾ എന്താണ് റെസ്പോൺസ്? ഇപ്പോൾ വിളിച്ചത് അഖിലിനെയാണ്, ഇനി വിളിക്കാൻ പോകുന്നത് അംജിത്തിനെയാണ്. നമുക്ക് അതൊന്ന് കേട്ട് നോക്കാം. എന്നെപ്പോലെ ഒരു സെലിബ്രിറ്റിയെ താനൊരു 4 ദിവസമായിട്ടിട്ട് പറ്റിക്കുകയാണെന്ന് തന്നെ ചേട്ടൻ പറയുള്ളൂ. ഗൾഫിൽ നിന്ന് എന്നെ എൻ്റെ സുഹൃത്തുക്കള് ഏകദേശം ഒരു 3 മാസം മുമ്പ് വരെ എല്ലാവരും 1 മണിക്കൂർ 2 മണിക്കൂർ മുമ്പ് ക്യാഷ് എല്ലാവരും ചെയ്തു തന്നാണ്. ഞാൻ കുറച്ചൊന്ന് ഓടിച്ചു വിടാം. ഇത് മറ്റൊന്നുമല്ല, ഇയാളിത് ശരിയാണോ, ഇങ്ങനെ പറ്റിക്കലാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു തെളിവെടുപ്പ് നടത്തിയതാണ്. അപ്പൊ അതിൽ അവസാന പോർഷനിൽ വൈഫ് വന്ന് സംസാരിക്കുന്ന ഒരു പോർഷൻ ഉണ്ട്, അതാണ് കേൾക്കേണ്ടത്. നല്ല വിഷമമുണ്ട് ചേട്ടന്. അഖിലെ ഞാൻ അംജിത്താണോ? ഇതാരാ? അപ്പോൾ അഖില് കഴിഞ്ഞു, പൈസ കൊടുത്തു കഴിഞ്ഞു. ഇത് ആരാ? അംജിത്ത്. അപ്പോൾ ഇത് സ്ഥിരം പരിപാടിയാണ്. മനസ്സിലായി ചേച്ചി, ഇത് അംജിത്താണോ അഭിജിത്താണോ ആരാന്നല്ല. അപ്പം ഒന്നിൽ കൂടുതൽ ആളുകളോട് ഈ പറഞ്ഞ വൈഫ് ഉൾപ്പെടെ സന്തോഷത്തോടും സ്നേഹത്തോടും പറയുന്നുണ്ട്, പൈസ അയച്ചോ, ചേട്ടന് ഇല്ലായ്മകൾ കൊണ്ടാണ് കാര്യങ്ങളാണെന്ന് സംസാരിച്ചുകൊണ്ടാണ് ഈ പൈസ ഇരന്ന് മേടിക്കുന്നതിന്റെ ഒരു രീതി, അതായത് ഫാമിലിയുടെ അറിഞ്ഞുകൊണ്ടാണ് എന്നാണ് കാണിച്ചത്. ഇനി ഇദ്ദേഹത്തിന്റെ ഫോണിലോട്ട് ഒരു മെസ്സേജ് പോവുകയോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഗ്രൂപ്പിൽ നമ്മൾ അംഗമാവുകയോ ചെയ്തു കഴിഞ്ഞാൽ വരുന്ന മെസ്സേജുകൾ ഇങ്ങനെയാണ്. മകളെ ചേട്ടനെ ഒരു ഹെൽപ്പ് ചെയ്യുമോന്ന് അറിയാൻ വേണ്ടിട്ട് വിളിച്ചതാണ്. എങ്ങനെയാലും ഒന്ന് പെട്ടെന്ന് അയക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോടാ? 2 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് പണി പാളുവോന്നൊരു സംശയം. നല്ല ടെൻഷനേ ഇരിക്കുക ഞാനും വൈഫൊക്കെ. അതുകൊണ്ടാ ഞങ്ങൾ ഉറങ്ങുള്ളൂ. ഞാനും വൈഫും വെയിറ്റ് ചെയ്യാണ്. നിന്റെ കാശ് വന്നിട്ടേ ഞങ്ങൾ ഉറങ്ങുള്ളൂ. അത്രത്തോളം ടെൻഷനിലിരിക്കുകയാണ്. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ബുദ്ധിമുട്ടുള്ള ആർക്കും വരാം, പൈസ കടമായിട്ട് മേടിക്കുകയും ചെയ്യാം. പക്ഷേ പറയുന്ന സമയത്തിന് കൊടുക്കാൻ പറ്റില്ലെങ്കിലും കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണെങ്കിലും അത് കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം. കാര്യം കൈനീട് തന്നവന് തിരിച്ച് അവനൊരു ആവശ്യം വരുമ്പോഴായിരിക്കും അവൻ ചോദിക്കുന്നത്. ആ സമയം നമ്മൾ തിരിച്ചു കൊടുക്കണം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ചിലപ്പോൾ വിട്ടുപോകാം, ഓർമ്മപ്പെശകോ അല്ലെങ്കിൽ കുറേ നാളാവുന്ന സിറ്റുവേഷനൊക്കെ വരുമ്പോൾ നമ്മൾ വിട്ടുപോകാം. പക്ഷേ നമ്മൾ കൊടുത്തിരിക്കണം അത്. എന്നാലേ നാളെ ഒരു ആവശ്യം വരുമ്പോൾ നമുക്ക് കൈനീട്ട് ചോദിക്കാനും പറ്റുള്ളൂ. ഇനി ഷാലു പേയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഒരുപാട് സാധാരണക്കാരുടെ ആൾക്കാർക്ക് ഇപ്പം വീടുകളൊക്കെ വെച്ച് കൊടുത്ത് അങ്ങനെ മുന്നോട്ട് പോകുന്നൊരു ക്യാമറാമാനാണ്. സിനിമയിലേക്ക് ക്യാമറ വർക്ക് ചെയ്യുന്ന ക്യാമറാമാനാണ് ഷാലു ചേട്ടൻ. ഷാലു ചേട്ടൻ നമ്മുടെ സായിയുമായിട്ടുള്ളൊരു കോൺവെർസേഷനാണ് ഞാനിപ്പോൾ പ്ലേ ചെയ്യാൻ പോകുന്നത്. നമുക്കതൊന്ന് കേട്ട് നോക്കാം. ഷാലുവായിട്ട് ഞാൻ സംസാരിച്ച സമയത്ത് ഇങ്ങനെ എനിക്ക് പേഴ്സണലി ഈ കാര്യങ്ങൾ, അതായത് ഷാലുവാണ് എന്നോട് പറഞ്ഞത്. ഞാൻ അതാണ് വീഡിയോയിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായി. ഒരു വ്യക്തിയോട് ചോദിച്ചു സുധി പൈസ എന്നും പിന്നെ വൈഫിന് ഫോൺ കൊടുക്കുന്ന ആ പാറ്റേൺ. ഇപ്പോൾ നിങ്ങൾ നേരത്തെ 4 വർഷം മുമ്പ് കേട്ട അതേ പാറ്റേൺ, അതായത് ഏതെങ്കിലും ഒരു വ്യക്തിയോട് സുധി പൈസ ചോദിക്കാൻ വേണ്ടിയിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാലോ കോൾ ചെയ്താലോ ആദ്യം സുധി സംസാരിക്കും, പിന്നെ നേരെ കൊടുക്കുന്നത് രേണുവിൻ്റെ കയ്യിലാണ്. ഇത് തന്നെയാണ് അന്ന്
ഷാലുണ്ടായ എക്സ്പീരിയൻസ് അത് ഷാലു പറയുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളാണെന്ന് പറയാതെ പറഞ്ഞു കുറെ മുന്നേ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പിന്നെ അത് കാര്യമായിട്ട് എവിടെയും പറയാതിരിക്കുന്നു. പക്ഷെ ഇവർ ഈ സുതി പൂജയാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് കാരണം സുതി ആണല്ലോ ഒരു പൈസ മേടിച്ചു. ഓക്കെ അതെ ഇവിടെ എന്റെ അടുത്ത് പൈസ ചോദിച്ചിട്ടുണ്ട്. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 3 ദിവസമല്ല, ഞാൻ കൊടുത്തിട്ടുണ്ട്. അതായത് അന്ന് കൊടുത്തതിന് തെളിവെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നമ്മൾ മറ്റേ ഗൂഗിൾ പേയിലേക്ക് തപ്പി നോക്കണം. പിന്നെ കാണാതിരിക്കില്ല. കാരണം ഞാൻ പറഞ്ഞുതരാം, സംഭവം പറഞ്ഞുതരാം. ഞങ്ങളൊരു പടം ചെയ്തിട്ട് ഞാൻ അങ്ങനെ പരിചയപ്പെടണം പുള്ളിനെ, സിനിമ ആ ഒരു പരിചയം എനിക്ക്. അങ്ങനെ ഞാൻ പടം ചെയ്തെടുക്കുന്ന സമയത്ത് 2 ദിവസത്തെ വർക്ക് ഉണ്ടായിരുന്നു. വർക്ക് കഴിഞ്ഞിട്ട് പുള്ളി പോയി. ആ പുള്ളി പോയിട്ട് ഒരു ദിവസം വൈകുന്നേരം ഒരു 8 മണിയൊക്കെ രാത്രി 8 മണിയൊക്കെ എന്നെ വിളിച്ചിരുന്ന മക്കളോടാ ഞാൻ സുതിയാണടാ, എന്തുണ്ടാ വിശേഷം, സുഖം എന്നൊക്കെ ചോദിച്ചു. ഭയങ്കര കാര്യമായിട്ട് സംസാരിച്ചു. അവളാണ് സുഖമാണ്. അപ്പൊ നീ വീടെത്തിയാ എന്തൊക്കെ ചോദിച്ചു. വീട്ടിൽ നമ്മൾ ലൊക്കേഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. മക്കളോടാ പൈസ ഒന്നും കിട്ടില്ല അവിടെ നിന്ന്, നിന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എന്നിട്ട് ഞാൻ പറഞ്ഞു എടാ മക്കളെ പൈസ ഉണ്ടെങ്കിൽ ചേട്ടന് ഒരു 1000 രൂപ കടമാനോ ഒരു അത്യാവശ്യമുള്ള വീട്ടില് ബാക്കി ഞാൻ ചേച്ചിയെ കൊടുക്കാൻ പറഞ്ഞിട്ട് അത്ര പറഞ്ഞോളൂ പുള്ളി. വേറെ ഒന്നും പറഞ്ഞില്ല. പുള്ളി നേരെ ചേച്ചിയെ കൊടുത്ത്. ഇതിനിടയിൽ എനിക്ക് ഇവരാരും എനിക്ക് ആരോടാ ഈ സുധി തന്നെ എനിക്ക് അവിടെ വന്നുള്ള പരിചയമുള്ളൂ. എനിക്ക് അല്ലാതെ എനിക്ക് അത്ര കമ്പനി ഇല്ല പുള്ളിയായിട്ട്. ഞാൻ പുള്ളിയുടെ നമ്പർ സേവ് ചെയ്തിട്ടില്ല. ഞാൻ പുള്ളിയുടെ നമ്പർ സേവ് ചെയ്തിട്ടില്ല. അത്രേ ഉള്ളൂ. സാധാരണ എവരിപ്പെട്ട എല്ലാ ആർട്ടിസ്റ്റുകളും നമ്മുടെ നമ്പർ മേടിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കഴിയണത് ഞാൻ ആരും നമ്പർ ഇങ്ങോട്ട് വാങ്ങിച്ചു വെക്കില്ല. അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവർക്ക് ഫോട്ടോ പിന്നെ കൊടുക്കണമല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ സേവ് ചെയ്തില്ല. അങ്ങനെ പുള്ളി എന്തെന്ന് പറയുമ്പോൾ പുള്ളി എന്നിട്ട് ചേച്ചി കൊടുക്കാൻ പറഞ്ഞിട്ട് വൈഫിന്റെ കൊടുത്തു. വൈഫ് പറഞ്ഞ് അപ്പൊ സത്യം എന്താ പറഞ്ഞാണ് അന്ന് പിള്ളേർക്ക് ആഹാരം അരിപോലും വാങ്ങിക്കാൻ പൈസ എന്ന് പറഞ്ഞിട്ടാണ് എന്റെ അടുത്ത് വിളിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ എന്റെ അടുത്ത് വിളിച്ച് ചോദിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ നമ്മളിങ്ങനെ നമ്മൾ കൂടെ ഇങ്ങനെ പലർക്ക് നമ്മൾ കൃത്യമായിട്ട് പൈസ വാങ്ങും. ഈ ഡെയിലി പൈസ വാങ്ങിക്കും. അപ്പൊ അതുകൊണ്ടുള്ള ഒരു സംഭവമാണ് പുള്ളി ചോദിച്ചായിരിക്കും. എന്തായാലും അതെ സുരി വിളിച്ചിട്ട് നേരെ ആക്ച്വലി സുരി ജസ്റ്റ് 1000 രൂപ മക്കളുണ്ടെങ്കിൽ 1000 രൂപ ഞാൻ ചേച്ചിയാക്കി കൊടുത്തിട്ട് ബാക്കി ചേച്ചിയാ സംസാരിക്കാൻ. അപ്പൊ എനിക്ക് ചേച്ചി ആരെന്ന് പോലും അറിയില്ല. ഇയാളെ വൈഫുള്ള ഫാമിലി ഇതൊന്നും എനിക്ക് ഫാമിലി എനിക്ക് അറിയാം. അങ്ങനെ അന്നത്തെ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മക്കളെ ഇങ്ങനെ അരി വാങ്ങിക്കുന്നത്. അപ്പൊ അരി വാങ്ങിക്കുന്ന എന്നൊക്കെ പറഞ്ഞ സത്യമായിട്ടും പിന്നെ ആ പടം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പൈസ കിട്ടാൻ പറ്റിയ സിനിമ മൊത്തത്തിൽ പൈസ കിട്ടാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ എന്താ പറയുമ്പോൾ ഞാൻ അതിന്റെ കൊടുക്കണം. മനസ്സിലായല്ലോ, ഇതാണ് ഇവരുടെ കാശ് മേടിക്കുന്ന രീതി എന്ന് പറയുന്നത്. ആദ്യം സുധി സംസാരിക്കുന്നു, മക്കളെ പൈസ എന്തെങ്കിലും ഉണ്ടോടാ എന്നൊക്കെ ചോദിക്കുന്നു. എടാ ഒരു 1000 രൂപ അല്ലെങ്കിൽ 2000 രൂപ താടാ, ഞാൻ ഇപ്പോൾ ചേച്ചിയെ കൊടുക്കാം കേട്ടോ എന്ന് പറഞ്ഞ് പിന്നെ രേണുവിൻ്റെ കൊടുക്കുന്നു. രേണു സംസാരിക്കുന്നു. രേണുവിന് പ്രത്യേകിച്ച് പരിചയമൊന്നും വേണമെന്നില്ല, ഇടിച്ച് കയറിയെങ്കിൽ പരിചയപ്പെട്ടോളും. എന്നിട്ട് ഈ കാശ് വിശ്വസിച്ചിട്ട് ആൾക്കാർ കൊടുക്കുകയും ചെയ്യും. പക്ഷേ തിരിച്ച് ചോദിക്കുമ്പോഴാണ് പ്രശ്നം. പിന്നെ വഴക്കായി ബഹളമായി ഈ കാശ് തിരിച്ച് കിട്ടത്തില്ല. അങ്ങനെ കിട്ടാതെ പോയ ഒരു വിഷയമാണ് ഈ 4 വർഷം മുന്നേ ഉണ്ടായ കോൺട്രവേഴ്സി. ഇപ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ. കാരണം 1 വർഷം മുന്നേ ഒരാൾ, രതീഷ് എന്ന് പറഞ്ഞ ഒരാൾ, ഇവർക്ക് കാശ് കൊടുത്തിട്ടുണ്ട്. കാശ് കൊടുത്തിട്ട് അത് തിരിച്ചു ചോദിച്ചപ്പോൾ തെറി പറയുക, അമ്മയ്ക്ക് വിളിക്കുക, ഇമാതിരി പ്രവണതകൾ രേണുവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം നമുക്ക് കേട്ടു നോക്കാം. അതുപോലെ തന്നെ അദ്ദേഹം വേറൊരു വലിയ ആരോപണം രേണുവിനെതിരെ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം വെറുതെ വാക്കുകൊണ്ട് പറയുന്നതാണ്, അല്ലാതെ ഒരു തെളിവോ കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആ ഒരു കാര്യത്തിനോട് യോജിക്കുന്നില്ല. അല്ലെങ്കിൽ ഇതാണ് ഇന്ന ആൾ എന്ന് പറഞ്ഞ് കാണിക്കണമായിരുന്നു, അതൊന്നും ചെയ്തിട്ടില്ല. അപ്പം വെറുതെ പറഞ്ഞു പോകുന്നൊരു കാര്യമാണ്. പക്ഷേ ഈ പൈസയുടെ കാര്യം ഇദ്ദേഹം പറയുന്നതും നമുക്കൊന്ന് കേട്ട് നോക്കാം. പിന്നെ രേണുവിന് സുധീറിന് ഇഷ്ടമൊന്നുമില്ല. രേണുവിന് വേറൊരു അഫയർ ഉണ്ട്. ഒരു പയ്യനെ ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ഫോണിൽ. ഫോട്ടോ അയച്ച് കുറച്ച് കഴിഞ്ഞ ഫോട്ടോ ഡിലീറ്റ് കളഞ്ഞു രേണു. ഇപ്പോൾ രേണു കാര്യം പറഞ്ഞിട്ടില്ല, ഇങ്ങനെ ആൾ ഉണ്ടെന്ന് പോലും പറഞ്ഞിട്ടില്ല. രേണു എന്നെ അറിയാം ഒത്തിരി വർഷം കൊണ്ട്. ഞാൻ രേണുവിൻ്റെ ഫോട്ടോയും സുധീറിൻ്റെ ഫോട്ടോ എഡിറ്റ് ചെയ്ത് കഴിയുന്ന ഫോട്ടോ ആക്കി. അപ്പോൾ അത് പുള്ളിക്കാർ കാണണ്ട, അത് ഇഷ്ടമല്ല പുള്ളിക്കാരിക്ക് എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഈ രേണു സുധീർ ഉള്ള സമയത്ത് രേണു പൈസ കൊണ്ട് മൊത്തം അടിച്ച് ഷോപ്പിങ്ങിന് അതിനും ഐസ്ക്രീമും കാര്യങ്ങളും മൊത്തവും എന്നാണ് പുള്ളിക്കാർ പറഞ്ഞിട്ടുള്ളത്. കള്ളെന്ന് പറഞ്ഞ് എനിക്കറിയാവുന്ന ആളാണ് അടിക്കാൻ വെച്ചത്, എന്നെ അടിക്കാൻ വേണ്ടി വേറെ ആളുടെ പറഞ്ഞു. അത് നമ്മൾ ട്രൂപ്പിൽ വർക്കുന്ന പുള്ളിയോടെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല സത്യം അറിയാമെന്നുള്ള ഒരു മുന്നിട്ട് പറയാൻ പറ്റും. അവരെങ്ങനെ ജീവിച്ചു പോകണമെന്നറിയാം. പിന്നെ ആവശ്യം നമ്മളെ പൈസ വെച്ചപ്പോൾ അമ്മയെ വെച്ച് ചീത്ത വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ പുള്ളിക്കാരെ ഫോണിൽ കൂടി നമ്മൾ വിളിച്ച് എടുക്കത്തുമില്ല. അപ്പോൾ കള്ളം പറഞ്ഞാലും ചോദിച്ചു ഒരു കാര്യം പറഞ്ഞാൽ ഒരു ഉറപ്പില്ല പുള്ളിക്കാർക്ക്. പിന്നെ എന്താ പറയുക, ഗവൺമെൻറ് ജോലി കിട്ടും. അപ്പോൾ ഞാൻ സുധീട്ട മരിച്ചപ്പോഴേ ഗവൺമെൻറ് ജോലി കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ സുധീട്ട ഗവൺമെൻറ് നമ്മളല്ലോ ജോലി കിട്ടേ. അങ്ങനെ അങ്ങനെ ഈ പുള്ളിക്കാർ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഭീഷണിപ്പെടുത്തുവാനും ആളെ അടിക്കാനും പോലീസ് സ്റ്റേഷനിൽ വരെ ആയിട്ടുണ്ട്. അല്ല അവർ വട്ടാണ് ചോദിക്കുന്നത്. കലാകാരൻ കൂടിയായിട്ടുള്ള രതീഷാണ് നമ്മൾ പറയുന്നത്. നമസ്കാരം ചേട്ടാ. ഇപ്പോൾ ചേട്ടൻ ഒരു ആരോപണമായിട്ടുണ്ട്. അത് ചേട്ടൻ ഒരു ആരോപണം ആവശ്യവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ചേട്ടന്റെ ആവശ്യം രേണു സുധി ചേട്ടന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പൈസ തിരിച്ചു തരണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. എപ്പോഴാണ് രേണു ചേട്ടന്റെ കയ്യിൽ പൈസ വാങ്ങിച്ചത്? എന്ത് പറഞ്ഞായിരുന്നു പൈസ വാങ്ങിച്ചത്? അച്ഛനും അമ്മയ്ക്കും അവർക്ക് തന്നെ അറിയാം. അപ്പം അതിന് കൊടുത്തു. പിന്നെ തിരിച്ചു പുള്ളിക്കാരത്തില്ല. പിന്നെ കോൾ ബ്ലോക്ക് ചെയ്യും. അങ്ങനെയൊക്കെയായിരുന്നു. കടമായിട്ടായിരുന്നു കടമായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടൻ സഹായമായിട്ടുള്ള കടമായിട്ട് തന്നെ കൊടുത്തത്. എങ്ങനെയായിരുന്നു നിങ്ങൾ തമ്മിലൊരു പരിചയം ഉണ്ടാവുന്നത്? സുധിച്ചേട്ടൻ തമ്മിലുള്ള പരിചയം ഉണ്ടായിരുന്നു. സുധിച്ചേട്ടൻ വഴിയാണ് ഈ രതീഷ് എന്ന് പറയുന്ന ഇദ്ദേഹം ഒരു കലാകാരനാണ്, മിമിക്രി കലാകാരനാണ്. രേണുവിനെ പരിചയപ്പെട്ട് കഴിഞ്ഞ 1 വർഷം മുൻപ് ഇയാളുടെ കയ്യിൽ നിന്ന് രേണു കാശ് മേടിച്ചു. പക്ഷെ തിരിച്ചു ചോദിച്ചപ്പോൾ തെറി പറച്ചിലും. ഇദ്ദേഹം വാക്കാൽ പറയുന്നൊരു കാര്യമാണ്. ഇത് എത്രമാത്രം സത്യമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല. കാരണം ഇപ്പോഴത്തെ ഇൻ്റർവ്യൂകളെല്ലാം വെറുതെ ഇങ്ങനെ പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്. അത് എത്രമാത്രം സത്യമുണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷേ ഈ പറഞ്ഞു കേട്ട് വെച്ചിട്ട് ഈ പൈസ വാങ്ങുന്ന പരിപാടി സ്ഥിരമായിട്ട് വെച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. എന്നാൽ ഇപ്പോൾ രേണുവിന് അത്യാവശ്യം കാശൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം തിരക്ക് ഒഴിഞ്ഞ സമയമില്ല.
ഒരുപാട് തിരക്കുകളാണ്. ഇപ്പം ഫാഷൻ ഷോയിൽ റാമ്പ് വാക്കും പിന്നെ ഷോർട്ട് ഫിലിമും സിനിമയും ഒക്കെ ആയിട്ട് രേണു നിന്ന് വരാൻ സമയമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൈസയ്ക്ക് കുറവൊന്നും ഉണ്ടാവില്ല. ഇദ്ദേഹത്തിൻ്റെ കാശെങ്കിലും തിരിച്ചു കൊടുത്താൽ പുണ്യമെങ്കിലും കിട്ടും. കാരണം അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഈ കാശ് ചോദിക്കുന്നത്. അപ്പോൾ അത് കൊടുത്താൽ പുണ്യമെങ്കിലും കിട്ടും. എനിവേ, നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ച് രേണുവിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ സംസാരിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.